ഇതാ ഇവിടെ 13.5 സെന്റ് സ്ഥലത്തില് 2500 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ഹോള്, ഡൈനിങ്, ഫാമിലി ലിവിങ്, ഒരു കോർട്ട്യാർഡ്, കിച്ചൺ, വർക്ക് ഏരിയ എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ 2500 സ്ക്വയർ ഫീറ്റ് ഉള്ള കേരള സ്റ്റൈലിൽ റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന തേക്കിൻ തടികളാൽ നിർമ്മിതമായ തടി വർക്കുകളാൽ ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. ഹൈവേയിൽ നിന്നും വെറും 300 മീറ്റർ ദൂരം മാത്രം ഈ വീട് വരെയുള്ള ദൂരം. ഇതിന്റെ മറ്റൊരു പ്രത്യേകത RC പള്ളിയുമായിട്ട് 100 മീറ്റർ ദൂരം. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ ഏതാണ് എന്നൊന്ന് ചിന്തിച്ചേക്കാം. പാലാ തൊടുപുഴ റോഡിലെ പ്രവിധാനത്തിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന അടിപൊളി വീടാണ് ഇവിടെ കാണുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജിലിരിക്കുന്ന അടിപൊളി വീട്. ഒരു വില്ല കൺസെപ്റ്റിൽ വീടുകൾ അടുത്തടുത്ത് പണിത് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം ഇതേ പാറ്റേൺ വീടുകൾ തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ അടിപൊളി വീടിന്റെ അടിപൊളി ലൊക്കേഷനിലിരിക്കുന്ന അടിപൊളി വീട്, വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്തതും കിണർ വെള്ളം ഇഷ്ടം പോലെ ലഭിക്കുന്നതുമായ അടിപൊളി വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു ചെല്ലാം. മീനച്ചിൽ ഹോംസിൻ്റെ പുതുപുത്തൻ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുമ്പോൾ ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം നമ്മൾ കണ്ടോ, നല്ല അടിപൊളി ഏരിയയാണ്. ലെവലായിട്ട് കിടക്കുന്ന ലാൻഡാണ്. ഏരിയ മുഴുവൻ ലെവലായിട്ട് കിടക്കുന്നത്, അതായത് ഈ പ്രദേശം മുഴുവൻ നിരപ്പായ പ്രദേശമാണ്. എന്നാൽ വെള്ളപ്പൊക്ക ഭീഷണികളോ ഉരുൾപൊട്ടൽ ഭീഷണികളോ പ്രകൃതിക്ഷോഭങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിൽ ഒരു അടിപൊളിയാക്കിയിട്ടുള്ള പ്രദേശത്ത് ആ ഒരു ഏരിയ ഡെവലപ്പ് ചെയ്ത് ഇതുപോലെ നല്ല വീടുകൾ ഡെവലപ്പ് ചെയ്ത് പണികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന അടിപൊളി ലൊക്കേഷൻ ഇതാ കാണുന്നു. മീനച്ചിൽ ഹോംസിൻ്റെ പുതിയ വീഡിയോ. 13.5 സെന്റ് സ്ഥലത്തിൽ 2500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഇതേ കണ്ടോളൂ, റൂഫ് വർക്കൊക്കെ ചെയ്തിരിക്കുന്ന അടിപൊളി വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. കാഴ്ചയ്ക്ക് ഭംഗി മാത്രമല്ല, ക്വാളിറ്റിയിലും നമ്പർ 1 ആയിരിക്കുന്ന ഈ വീട് ഇവിടെ വിൽപ്പനയ്ക്ക് വയ്ക്കുമ്പോൾ 1,30,00,000 രൂപ മാത്രമാണ് ഈ വീടിന് ചോദിക്കുന്ന വില. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ്. നമുക്ക് നേരെ ചുറ്റുവട്ടമൊക്കെ കണ്ടുപോകുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇത് കണ്ട ബാക്ക് സൈഡിലുള്ള ജനൽപ്പാളികൾ വരെയും തേക്ക് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം. അത് മുഴുവൻ തേക്കിൻ തടി കൊണ്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ജനൽപ്പാളികൾ, അകത്തെ ഡോറുകൾ, ഫ്രണ്ടിലെ ഡോറുകൾ, ബാക്കിലെ ഡോറുകൾ എല്ലാം അടിപൊളിയാക്കി എടുത്ത് ഇതാ മുറ്റമൊക്കെ സ്റ്റോണൊക്കെ ഇട്ട് നല്ല നാച്ചുറലാക്കി, അതുപോലെ തന്നെ നല്ല അടിപൊളിയാക്കി എടുത്തിരിക്കുന്നു. മുറ്റമടിക്കുന്ന അതായത് ഈയിടെ വന്നൊരാൾ പറഞ്ഞതുപോലെ തിണ്ണയടിക്കുന്ന ചൂല് മതി മിറ്റവും കൂടി ക്ലീൻ ചെയ്യാൻ. അത്രയും നല്ല ക്യൂട്ടായിട്ട് അതുപോലെ ക്വാളിറ്റിയോടുകൂടി മനോഹരമാക്കി എടുത്തിരിക്കുന്ന ഈ വീടും സ്ഥലവും. കാർ പോർച്ച് ഉണ്ട്, നമുക്ക് വീടിനകത്തേക്ക് കയറിപ്പോകാം. കാർ പോർച്ച് നല്ല അടിപൊളിയായിട്ട് നല്ല വലിപ്പമുള്ള കാർ പോർച്ച്. സിറ്റ് ഔട്ട് ഗ്രാനൈറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. തടികളുടെ ഭംഗി കണ്ടോളൂ. ജനൽപ്പാളികൾ നിർമ്മിച്ചിരിക്കുന്നത് എത്ര വീതിയുള്ള ജനൽപ്പാളികളാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതെല്ലാം തേക്ക് കൊണ്ടും നല്ല ഗ്ലാസ് വർക്കൊക്കെ ചെയ്തുകൊണ്ട് നല്ല ഒരു ഗ്രാൻഡാക്കി എടുത്തിരിക്കുന്നു. ഇതാണ് ഫ്രണ്ട് ഡോറ്. ഡബിൾ പാളി ഡോറ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. എന്നാലും 70-30 എന്നുള്ളൊരു പാറ്റേൺ വെച്ചാണ് ഡോറിൻ്റെ വലിപ്പം കൊടുത്തിരിക്കുന്നത്. നല്ല പാനലിംഗ് വർക്കുകൾ കാര്യങ്ങൾ എല്ലാം ഇവിടെ കൊടുത്തുകൊണ്ട് പാനലിംഗ് വർക്കൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ അകത്തേക്ക് കയറി. ഇതാണ് നമ്മുടെ സ്വീകരണ മുറി. സ്വീകരണ മുറിയിലെ ഇൻറ്റീരിയർ വർക്കുകൾ ഓവറായിട്ട് കണ്ടമാനം വാരിക്കോരി ഒന്നും ചെയ്തിട്ടില്ല, എന്നാൽ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുമുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുകയാണ്. ഡൈനിങ് ഹാളും സ്വീകരണ മുറിയും തമ്മിലുള്ള ഒരു പാർട്ടീഷൻ പാനലിംഗ് വർക്കാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാണ് ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാളിന് സമീപത്ത് ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന കോർട്ട്യാർഡുണ്ട്. 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് ഇവിടെ കാണുന്നത്. നമുക്ക് നേരെ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാളും. ഡൈനിങ് ഹാളിനപ്പുറത്തായിട്ട് കാണുന്ന വർക്ക് എന്ന് പറയുന്നത് അതാണ് ഫാമിലി ലിവിങ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിൻ്റെ പോയിൻ്റൊക്കെ അവിടെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ആദ്യം കടന്നു ചെല്ലാം. ഇതാണ് ബെഡ്റൂമിൻ്റെ ഫ്രണ്ട് ഡോറ്. തേക്കിൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിന് സമീപത്തായിട്ട് തന്നെ നമുക്ക് ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. അവിടെ കബോർഡ് വർക്കുകളും ചെയ്തിട്ടുണ്ട്.
ടോയ്ലറ്റിൻ്റെ ഡോറുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഡോറുകളാണ്. നല്ലൊരു വെറൈറ്റി ആയിട്ട് ഏറ്റവും ക്വാളിറ്റി എന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത രീതിയിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വീട് തന്നെയാണ് ഇത് എന്നുള്ളത് നമുക്ക് ഈ വീടിൻ്റെ ഓരോ ദൃശ്യങ്ങളും കാണുമ്പം കാണാം. ഇൻബിൽട്ട് ആയിട്ടുള്ള ക്ലോസറ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഷവർ, അതുപോലെ ടാപ്പുകൾ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു. ഇതാണ് ബെഡ്റൂമിൻ്റെ വലിപ്പം. നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് 4 ബെഡ്റൂമും. ഇവിടുന്ന് ഇതാണ് നമ്മുടെ സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നത്. എല്ലാം ബ്ലാക്ക് കളർ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഈ വൈറ്റ്, ഒരേ കമ്പനിയുടെ വൈറ്റും ബ്ലാക്കും സ്വിച്ചുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ബ്ലാക്ക് സ്വിച്ചിനായിരിക്കും വില കൂടുതൽ. അപ്പോൾ അങ്ങനെ വൈറ്റ് ഭിത്തിയിൽ ബ്ലാക്ക് സ്വിച്ച് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിരിക്കും. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാം. പ്രവേശിച്ച് കഴിയുമ്പോഴും നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂമും വന്നിരിക്കുക. അങ്ങനെ ഇത് രണ്ടാമത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമിലും AC പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആണ്. ടോയ്ലറ്റിൻ്റെ ടൈല് വർക്കുകളൊക്കെ കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. മിക്സർ ടാപ്പുകളാണ് എല്ലാ ടോയ്ലറ്റിലും കൊടുത്തിരിക്കുക. വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്യണമെങ്കിൽ അത് സെറ്റ് ചെയ്യുവാനായിട്ടുള്ള പോയിന്റ് കൂടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ സോളാർ വാട്ടർ ഹീറ്റർ വെക്കുകയാണെങ്കിൽ എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളം വരാനുള്ള പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. അതായിരിക്കും നല്ലത്. 28,000-30,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ V-ഗാർഡിൻ്റെ സോളാർ വാട്ടർ ഹീറ്റർ കിട്ടും. സോളാർ വാട്ടർ ഹീറ്റർ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഒരു ചിലവ് വരുന്നതല്ല. നമ്മൾ അല്ലാത്ത വാട്ടർ ഹീറ്ററൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അന്യായമായ കറണ്ട് കാശ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സോളാർ വാട്ടർ ഹീറ്റർ ഉപയോഗിക്കാവുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഇത് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂമാണ്. മൂന്നാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെ. വൈഡ് ആംഗിളിലിട്ട് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ബെഡ്റൂമിൻ്റെ സൈസ് ഫീൽ ചെയ്തെന്ന് വരില്ല. പക്ഷെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് എല്ലാം. 6x3 ടൈലാണ് എല്ലാ ബെഡ്റൂമിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ടൈലിൻ്റെ എണ്ണം നോക്കിയാൽ തന്നെ നമുക്കറിയാം ബെഡ്റൂമിൻ്റെ സൈസ് എത്ര വരും എന്നുള്ളത്. എല്ലാ ടോയ്ലറ്റും ക്ലോസറ്റ് ഇൻബിൽട്ട് ആയിട്ടുള്ള ക്ലോസറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുക. അപ്പോൾ ഈ വീട് ചോദിക്കുന്ന വില നമ്മൾ പറഞ്ഞു, 1,30,00,000 രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിൾ ആണ്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടിന് 4 ബെഡ്റൂമിൽ 3 ബെഡ്റൂമിലും ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഫാമിലി ലിവിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതാണ്ട് രൂപക്കൂട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രൂപക്കൂടിന് സമീപത്ത് തന്നെ ഫാമിലി ലിവിങ് ഏരിയ. ഈ വർക്കുകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഫാമിലി ലിവിങ് ഏരിയയുടെ ദൃശ്യങ്ങളൊന്ന് കാണാം. TV യൂണിറ്റിൻ്റെ പോയിന്റ് വലിയ 55, 60, 70 ഇഞ്ച് വേണമെങ്കിലും സൈസ് കൊടുക്കാവുന്ന TV യൂണിറ്റിൻ്റെ പോയിന്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുക. 3 ഫേസ് വയറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പാലാ തൊടുപുഴ ഹൈവേയുമായിട്ടൊരു 300 മീറ്റർ ദൂരം നടന്നു പോകാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. കുടിവെള്ളക്ഷാമം ഒട്ടുമില്ലാത്തൊരു മേഖലയാണ്. പല ആൾക്കാരും ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ പള്ളി അടുത്തുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇത് 100 മീറ്റർ അടുത്ത് ക്രിസ്ത്യൻ പള്ളി ഉള്ളതാണ് ഇവിടെ. അപ്പോൾ പ്രവിധാനം ടൗണിന് സമീപത്തായിട്ട് ഈ വീട് കടകളിലേക്ക്, സൂപ്പർ മാർക്കറ്റുകളിലേക്കൊക്കെ പോകുവാനായിട്ട് വെറും 300 മീറ്റർ ദൂരം മാത്രം. ബസ് സ്റ്റോപ്പിലേക്ക് പോകുവാനൊക്കെ ആയിട്ട് നല്ലൊരു ടോപ്പ് റെസിഡൻഷ്യൽ ഏരിയയാണ് ഇവിടെ. ഇതാണ് നാലാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീട് തന്നെയാണ് ഇവിടെ. ഇവിടുന്ന് പാലാ ടൗണിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ദൂരമാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് തൊടുപുഴയ്ക്ക് പോകുവാനായിട്ടൊരു 12 കിലോമീറ്റർ ദൂരവും, ഇതുവഴി രാമപുരം വഴി എറണാകുളം അല്ലെങ്കിൽ എയർപോർട്ടിലേക്കൊക്കെ പോകുവാനായിട്ടുള്ള ദൂരവും വളരെ കുറവാണ്. അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകൾ എല്ലാം ബ്രാൻഡഡ് സിമെൻറ്റ്, അതുപോലെ തന്നെ കട്ടള മുഴുവൻ ആഞ്ഞിലി, പാളികളെല്ലാം തേക്ക്, അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സുകളൊക്കെ സെറായാണ്. വീണ്ടും നമ്മൾ പറയുകയാണെങ്കിൽ വയറിങ് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ചാണ് വയറിങ് ചെയ്തിരിക്കുന്നത്.
4 ബെഡ്റൂമും കണ്ടു. 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂം. ഇതാണ് ഡൈനിങ് ഹാളിൻ്റെ വലിപ്പം. ഈ കാണുന്നതാണ് കിച്ചൻ്റെ ഡിസൈന്. കിച്ചനോട് സമീപത്ത് തന്നെയാണ് ഈ കോർട്ട് യാർഡിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള 2-3 ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെടികൾ ഈ കോർട്ട് യാർഡിൻ്റെ മനോഹാരിത ഒന്നുകൂടി നമ്മൾ വേറൊരു പാർക്കിലേക്കൊക്കെ ചെന്ന ഒരു ഫീലിംഗ് നമുക്കിവിടെ തോന്നാം. അപ്പോൾ മനോഹരമായ വീട്. ഇവിടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ വാഷ് കൗണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇതാണ് നമ്മുടെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. കിച്ചൺ മനോഹരമായ തേക്കൻ തടികളാൽ നിർമ്മിതമായ സെമി ഓപ്പൺ കിച്ചണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തേക്കൻ തടി കൊണ്ടുള്ള ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മനോഹരമായ കബോർഡ് വർക്കുകൾ, തേക്കൻ തടി കൊണ്ട് തന്നെയുള്ള മനോഹരമായ കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത്. കിച്ചണും വർക്ക് ഏരിയയും ഉണ്ട്. വർക്ക് ഏരിയയും കിച്ചണും രണ്ടായിട്ട് സെമി പാർട്ടീഷനാണ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ കിച്ചണ്, ഈ അപ്പുറത്ത് കാണുന്നതാണ് വർക്ക് ഏരിയ. ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിൻ്റ്, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വെക്കുവാനായിട്ടുള്ള പോയിൻ്റ് എന്നിവയെല്ലാം ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സെമി ഓപ്പൺ കിച്ചൺ ആഗ്രഹിക്കുന്നവർക്കും അല്ലാത്തവർക്കുമൊക്കെ ഈ വീട് ഇഷ്ടപ്പെടും, കിച്ചൺ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുകയില്ലാത്ത അടുപ്പ് ഇടാനായിട്ടുള്ള ഒരു പോയിൻ്റ് കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് വേണ്ടവർക്ക് വേണമെങ്കിൽ അടുപ്പ് ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ അവിടെ ഓൾറെഡി ഗ്രാനൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മനോഹരമായ വീട്. 13.5 സെൻറ്റ് സ്ഥലം. കോട്ടയം ജില്ലയിൽ പാലാ ടൗണിൽ നിന്നും 3.5 കിലോമീറ്റർ ദൂരം പോയി കഴിയുമ്പോൾ പ്രവിത്താനം ടൗണിന് സമീപത്തായിട്ട് ഹൈവേയിൽ നിന്നും 300 മീറ്റർ ദൂരം മാത്രം അകത്ത് കയറി ഇരിക്കുന്ന 2500 സ്ക്വയർ ഫീറ്റ് ഹോള്, ഡൈനിങ്, 4 ബെഡ്റൂം, ഫാമിലി ലിവിങ് ഏരിയ, കിച്ചണ്, വർക്ക് ഏരിയ, 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ഞങ്ങളെ കോൺടാക്റ്റ്